ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ മുരിങ്ങയില റെഡിയാക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയിലിട്ട് മോര് കാച്ചാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഊട്ടയുള്ള ചട്ടമില്ല, അതിൻ്റെ ഉള്ളിലിട്ട് ഒറ്റ വലിയ വെളിച്ചെല്ലിയ ഇലയെല്ലാം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഞാൻ അതൊന്നും കൂടി ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ. പിന്നെ അതിനായിട്ട് തേങ്ങ വെട്ടി എന്നിട്ടത് അങ്ങനെ തേങ്ങ കൊത്തിയെടുത്ത്, പിന്നെ തേങ്ങ പൊട്ടിച്ച് ഞാൻ തേങ്ങ കൊത്തിയാണ് എടുക്കണം കേട്ടോ, പെട്ടെന്ന് കഴിയുമല്ലോ. തേങ്ങയും മഞ്ഞളും ഇത്തിരി ജീരകം ഇട്ട് അതരച്ച്, പിന്നെ അതിനകത്തേക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് അരച്ച്, പിന്നെ ചട്ടിനകത്തേക്ക് അരപ്പിട്ട്, പിന്നെ കുറച്ച് തൈര് മോര പുളിയുള്ള എന്തെങ്കിലും ഇട്ടിട്ട്, പിന്നെ ഉപ്പും ഇട്ട് തിളക്കണ്ട കേട്ടോ. ഒന്ന് പയ്യെ ഇതായി വന്നാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ യോഗട്ട് കഴിച്ചേ, എന്ന് വെച്ചാൽ ചൂടായത് കാരണം യോഗട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ട്രോബെറിയുടെ ഫ്ലേവറായിരുന്നു. പിന്നെ മുരിങ്ങയില അതിനകത്തേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകും, അടച്ച് വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഒന്നും ചെയ്യണ്ട. പിന്നെ താളിക്കലായി. എണ്ണ ഒഴിച്ച് കടുകിട്ട്, പിന്നെ ഉള്ളിയിട്ട്, പിന്നെ ഉണക്കമുളകിട്ട് ഇത് താളിച്ച് ചാറിനകത്തേക്ക് ഒഴിച്ച്, പിന്നെ ഞാൻ ഉപ്പും പുളിയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു പഞ്ചസാര ഇട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മുരിങ്ങയില താളിപ്പായി. പിന്നെ ഇനി എന്താ അടുത്ത പരിപാടി ചോറ് കഴിക്കുക. പിന്നെ അങ്ങനെ മുരിങ്ങയില താളിച്ചതും കൂട്ടി ചോറ് കഴിക്കുക. ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണമല്ലോ. അപ്പം നോക്കിയപ്പോൾ ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ്. പിന്നെ അങ്ങനെ അടിപൊളി കണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം മുരിങ്ങയില പിള്ളേരുടെ അകത്ത് ചെല്ലുകയും ചെയ്യും. പിന്നെ അത് ചോറെടുത്ത് ചാറൊഴിച്ച്, പിന്നെ ഇത് രാവിലത്തെ അപ്പത്തിൻ്റെ മുട്ടയാണ്, അത് ഞാൻ കഴിച്ചില്ല. പിന്നെ ഉണക്ക ചെമ്മീൻ വറുത്തുണ്ടായിരുന്നു. വെളുത്തുള്ളി മാത്രം ചതച്ച മുളക് ഇട്ട് വറുത്തിട്ടാണ്. ഉള്ളി ഇടുന്ന പിള്ളേർക്ക് ഇഷ്ടമല്ല. പിന്നെ നമ്മുടെ മാങ്ങ ക്യാരറ്റ് പിക്കിളും കൂട്ടിയിട്ട് കഴിച്ച്. പിന്നെ ഞാൻ കള്ളപ്പം ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നത്. അത് ഉണ്ടാക്കാൻ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, സോഫ്റ്റായിരുന്നു. പിന്നെ നമ്മുടെ റോവാൻ വന്നിട്ടുണ്ടായിരുന്നു. നോക്കിയേ, മണത്തോക്കെ റോവ, മണത്തോക്കെ അപ്പം, മണത്തോക്കെ നല്ല മണം ഉണ്ടാ? ഈ ഉള്ളിൽ മുന്തിരി നല്ല മണം ഉണ്ടാ? ആ, നല്ല മണം ഉണ്ടാ? അങ്ങനെ റോവാൻ കഴിച്ചില്ല കേട്ടോ. അവന് അപ്പം അത്ര ഇഷ്ടമൊന്നുമല്ല. പിന്നെ ആച്ചുമോള് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നോക്കി ഒരാളിങ്ങനെ വായ പൊളിച്ചിരുന്നാണ് കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ കഴിച്ച്, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ റോൻ്റെ എടുത്ത്, പിന്നെ ആച്ചുവിനെ റെൻസിൻ്റെ അടുത്ത് കൊണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.